question നോക്കിയടാ. The amount of air present in a cylinder when a vacuum pump removes 1/4 of the air remaining in the cylinder at a time. Does the list of numbers involved make an arithmetic progression and why? അപ്പോൾ തന്നിരിക്കുന്ന സിറ്റുവേഷൻ ആദ്യം ഒരു സീക്വൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം, എന്നിട്ട് അത് എ പി ആണോ അല്ലയോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു സിലിണ്ടറിലെ എയർ നമ്മൾ വാക്യൂം പമ്പ് യൂസ് ചെയ്ത് റിമൂവ് ചെയ്യാണ്. അറ്റ് എ ടൈം ആ സിലിണ്ടറിൽ ടോട്ടൽ എമൗണ്ട് ഓഫ് എയറിന്റെ 1/4 പോർഷൻ ആണ് ആ പമ്പ് റിമൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ എയർ എത്രയാണെന്ന് നമുക്കറിയില്ല, ടോട്ടൽ എമൗണ്ട് അറിയില്ല. സോ വോളിയം ഞാൻ ജസ്റ്റ് 64 ആയിട്ട് എടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ എടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം ഇനിഷ്യലി ഉള്ളത് 64 ആണ്. 64ന്റെ 1/4 എത്രയാണ്? 64 × 1/4 നമുക്കറിയാം 16 ആണ്. സോ ഒരു തവണ പമ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബാക്കി എന്തോരം എയർ ഉണ്ടാവും? 64 - 16 ദാറ്റ് ഈസ് എത്രയാണ്? 48 ആണ്. ഇനി ബാക്കിയുള്ളത് 48 ആണ്. 48ന്റെ 1/4 എത്രയാണ്? 48 × 1/4 നമുക്കറിയാം എത്രയാണ്? 12 ആണ്. സോ 48 - 12 എത്രയാണ്? 36 ആണ്. ഇനി ബാക്കിയുള്ളത് എത്രയാണ്? 36 ആണ്. അപ്പോൾ 36ന്റെ 1/4 എന്ന് പറയുമ്പോൾ എത്രയാണ്? 9 ആണ്. 36 - 9 എന്ന് പറയുന്നത് 27 ആണ്. അപ്പോൾ മിനിമം 4 ടേംസ് എങ്കിലും കണ്ടുപിടിക്കും. അപ്പോൾ നമുക്ക് വേണ്ടത് 64, 48, 36 and 27. ഇത് എ പി ആണോ അല്ലയോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക എ പി ആണോ എന്ന്. ആണെങ്കിൽ കോമൺ ഡിഫറൻസ് കൂടി പറയണേ. ഓക്കെ.